പിരായിരിയിലെ GLP സ്കൂളിലെ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് കുറച്ച് നേരമായി ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. അതിന് പകരമുള്ള മെഷീൻ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അത് റീപ്ലേസ് ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പെട്ടെന്ന് തന്നെ പോളിംഗ് സുഗമമായി കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ധാരാളം ആളുകൾ ഇവിടെ ക്യൂ നിൽക്കുന്നു എന്നുള്ളതാണ് നിലവിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പ്രായമായ ആളുകളുണ്ട്, കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് കുറേ നേരമായി നിൽക്കുന്നവരുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. പക്ഷേ അത് പരിഹരിക്കാൻ പെട്ടെന്നുള്ള ശ്രമം നടക്കുന്നുണ്ട്. പകരം മെഷീൻ എത്തിച്ചിട്ട് കുറച്ചധികം നേരമായി അത് റീപ്ലേസ് ചെയ്ത് അത് പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയുമാണ്. നമുക്ക് ഉദ്യോഗസ്ഥരോട് ചോദിക്കാം എവിടെ പോളിംഗ് തുടരാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാം. സർ, മെഷീൻ തകരാറ് പരിഹരിച്ചോ? അറിയില്ല, പ്രതികരിക്കാൻ കഴിയില്ല അല്ലേ, സോറി. അപ്പോൾ നമുക്ക് അവിടെ ചോദിക്കാം, അവിടെ ഉദ്യോഗസ്ഥരോട് ചോദിക്കാം എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം എന്നുള്ളത്. മെഷീൻ പരിഹരിച്ചോ? പ്രശ്നം പരിഹരിച്ചോ? ആണല്ലേ. നിലവിൽ പോളിംഗ് പുനരാരംഭിച്ചിട്ടുണ്ട്. മെഷീൻ തകരാറ് പരിഹരിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കുറേ അധിക നേരമായ ആളുകൾ ഇവിടെ കാത്തിരിക്കുകയായിരുന്നു. പ്രായമായ ആളുകളെ കൊണ്ടുവന്നിട്ട് അവിടുന്ന് അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ഗർഭിണിയായ ഒരു സ്ത്രീ നേരത്തെ വോട്ട് ചെയ്യാൻ വന്നവർക്ക് വോട്ട് രേഖപ്പെടുത്താൻ കഴിയാതെ അവർ തിരികെ പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് തിരിച്ചു വരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പോയത്. അടുത്ത് തന്നെയാണ് വീട്, അതുകൊണ്ട് തിരക്കൊഴിയുന്ന സമയത്ത് വന്ന് വോട്ട് ചെയ്ത് പോകാം എന്നാണ് പറഞ്ഞത്. എന്തായാലും പോളിംഗ് പുനരാരംഭിക്കാൻ കഴിഞ്ഞു എന്ന വിവരമാണ് നിലവിൽ ഇവിടെ നൽകാൻ കഴിയുന്നത്. ശരി, എന്തായാലും പിരായിരിയിലെ ആ ഒരു സാങ്കേതിക പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഉള്ള ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ചിലർ വോട്ട് ചെയ്യാതെ മടങ്ങിപ്പോയിരുന്നു. അവർ തിരിച്ചു വന്ന് വോട്ട് രേഖപ്പെടുത്തുമെന്ന് കരുതാം. സമയം 9:45 ആകുന്നതേ ഉള്ളൂ. ഇനിയും ഒരുപാട് മണിക്കൂറുകൾ അവശേഷിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ നല്ല രീതിയിൽ പോളിംഗ് പോകുന്നു. 13.63% ഇപ്പോൾ തന്നെ പോളിംഗ് എത്തി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ തവണത്തെ 75% എന്നതിനെ കവച്ചു വയ്ക്കുമോ ഇത്തവണത്തെ പോളിംഗ് ശതമാനം? അതോ സാധാരണഗതിയിൽ കാണുന്ന ഒരു 5% വരെയുള്ള കുറവ് ആ ഒരു 70-ലേക്കാണോ പാലക്കാടിന്റെ വിധി എഴുത്തുണ്ടാവുക എന്ന് നമുക്ക് കാത്തിരിക്കാം. പാലക്കാട് 13.9 പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല. വലിയ പോളിംഗിലേക്ക് എത്തുമെന്ന്. കാരണം 13.63 15% വോട്ട് എന്ന് നമ്മൾ കൂട്ടിയാൽ പോലും ആദ്യത്തെ 3 മണിക്കൂർ അല്ല 4 മണിക്കൂറിലേക്ക് എത്തുകയാണ്. 3 മണിക്കൂറിലേക്ക് 3 മണിക്കൂറിലേക്ക് എത്തുമ്പോൾ 15% വോട്ട് മാത്രമേ ഉള്ളൂ എന്നുകൂടി പറയേണ്ടി വരും.